ഒരു കാള മുന്നിലേക്ക് വലിക്കുമ്പോൾ മറ്റൊരു കാള പിന്നിലേക്കായിരിക്കും വലിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി എവിടേക്കായിരിക്കും പോകുക? മുന്നിലേക്ക് പോകുമോ പിന്നിലേക്ക് പോകുമോ? ഇതാണ് ചോദ്യം. നമസ്കാരം. വളരെയേറെ വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായ ഒരു അറിവാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുകയാണ് എങ്കിൽ അത് ഫലപ്രദമായിരിക്കുമോ എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് ഫലപ്രദമാകണമെങ്കിൽ അതാത് വ്യക്തികൾ തന്നെ സ്വയം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ ഫലപ്രദമാകുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ചില വസ്തുതകളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ 3 സുപ്രധാനമായ വസ്തുതകളെ നമ്മൾ അറിയണം. ഒന്ന്, ഈ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നയാൾ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണോ എന്നുള്ളത്. അതായത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാധ്യമാകാൻ പോകുന്ന ഒരു കാര്യത്തിന് അദ്ദേഹത്തിലും താല്പര്യമുണ്ടോ എന്നുള്ളത് ഒന്ന്. ഒരു ഉദാഹരണത്തിന്, ഒരു അമ്മ ചോദിക്കുകയാണ്, എൻ്റെ മകന് നല്ലൊരു ജോലി വേണം, അതിന് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ ഫലപ്രദമായിരിക്കുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മകന് ജോലിയോട് താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്. 2, ഈ മകന് ജോലിയോട് താല്പര്യമുണ്ട് എങ്കിൽ അദ്ദേഹവും കൂടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത്. അപ്പോൾ ഈ 2 വസ്തുതകളും ശരിയാണ് എങ്കിൽ, അതായത് മകനും ജോലിയോട് താല്പര്യമുണ്ട്, മകനും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ തയ്യാറാണ്, ഒപ്പം മകന് വേണ്ടി അമ്മയും കൂടി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ലക്ഷ്യം സാധ്യമാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതായത് വേണമെങ്കിൽ നമുക്ക് ഇരട്ടിയോളമാണ് എന്ന് പറയാം. കാരണം ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി 2 വ്യക്തികൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്ന്, അമ്മയ്ക്ക് താല്പര്യമുണ്ട് മകന് ജോലി ലഭിക്കണം, അതിന് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ അമ്മ തയ്യാറുമാണ്. മകനും താല്പര്യമുണ്ട് ജോലി ലഭിക്കണമെന്നുള്ളത്, പക്ഷേ അദ്ദേഹത്തിന് ലോ ഓഫ് അട്രാക്ഷനും ചെയ്യാൻ താല്പര്യമില്ല, ഒരുപക്ഷെ വിശ്വാസമില്ല. അങ്ങനെയാണ് എങ്കിൽ പോലും മകൻ ന്യൂട്രലായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക്, അതായത് അദ്ദേഹത്തിന് ജോലി വേണം, അദ്ദേഹത്തിന് താല്പര്യമുള്ളത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലും സ്വപ്നങ്ങളിലുമെല്ലാം ഈ ജോലി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് ബോധപൂർവം ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മകനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെയും ചിന്തകളിലൂടെയും എല്ലാം ജോലി എന്നുള്ള സ്വപ്നം നിരന്തരമായിട്ട് കടന്നു പോകുന്നുണ്ട്. അതിനോടൊപ്പം അമ്മയും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ജോലി ലഭിക്കാനുള്ള, അതായത് സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ തന്നെയാണ്. ഇനി 3ാമത്തെ തലത്തിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. ഇവിടെ അമ്മ കരുതുകയാണ് മകന് ജോലി വേണം, അമ്മയുടെ ആഗ്രഹമാണത്. പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലിയിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളുമില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ ബിസിനസ്സോ അല്ലെങ്കിൽ ആനുപാതികമായിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെയാണ് താല്പര്യമെന്നിരിക്കട്ടെ. അതായത് മകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലിയോട് വിരക്തിയാണ്, ജോലിയോട് എതിർപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? അല്ലെങ്കിൽ ജോലിയോട് അല്പം പോലും താല്പര്യമില്ലാത്ത ഈ മകന് വേണ്ടി അമ്മ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയുണ്ടോ? വളരെ വളരെ പ്രസക്തമായ ചോദ്യം. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലേക്ക് വരാം. ഒരു കാളവണ്ടി സങ്കല്പിക്കുക മനസ്സിൽ. അതിൻ്റെ മുൻപിൽ ഒരു കാളയെ കെട്ടിയിട്ടുണ്ട്, നേരെ മുൻഭാഗത്തേക്ക് തിരിച്ച്. പിന്നിലും ഒരു കാളയെ കെട്ടിയിട്ടുണ്ട്, നേരെ എതിർഭാഗത്തിലേക്ക് തിരിച്ച്. അതായത് 2 കാളകളും 2 വശങ്ങളിലേക്കാണ് വലിക്കാൻ പോകുന്നത്. ഒരു കാള മുന്നിലേക്ക് വലിക്കുമ്പോൾ മറ്റൊരു കാള പിന്നിലേക്കായിരിക്കും വലിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി എവിടേക്കായിരിക്കും പോകുക? മുന്നിലേക്ക് പോകുമോ പിന്നിലേക്ക് പോകുമോ? ഇതാണ് ചോദ്യം. ഉത്തരം വളരെ ലളിതം. ഏത് കാളയാണോ ഏറ്റവും ശക്തമായിട്ട് വലിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും ഈ വണ്ടി നീങ്ങുന്നത്, അല്ലേ? ഇവിടെ ഈ കാളവണ്ടിയെ നമുക്ക് ലക്ഷ്യമായിട്ട് കരുതാം. അമ്മയുടെ കാഴ്ചപ്പാടിൽ മകൻ്റെ ജോലി എന്നുള്ള ലക്ഷ്യമായിട്ട് കരുതാം. ഇതിൻ്റെ ഒരു ഭാഗത്തെ കാളയുടെ സ്ഥാനത്ത് അമ്മയെയും മറ്റേ ഭാഗത്തെ കാളയുടെ സ്ഥാനത്ത് മകനെയും നമുക്ക് സങ്കല്പിക്കാം.
ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഈ മകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലോ ഓഫ് അട്രാക്ഷൻ അറിയില്ലല്ലോ, അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നില്ലല്ലോ, അമ്മയല്ലേ യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്നതും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതും. ഈ വിധത്തിലാണെങ്കിൽ ഉറപ്പായും അമ്മയുടെ ലക്ഷ്യമായിരിക്കും, അമ്മയുടെ സ്വപ്നമായിരിക്കും സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നോക്കൂ, മകൻ ബോധപൂർവം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെയും ചിന്തകളിലൂടെയും എല്ലാം നിരന്തരം ജോലിക്ക് നേരെ വിപരീതമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണോ, അത് ഒരുപക്ഷെ ഒരു ബിസിനസ്സാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമാകാം, അത് ആവർത്തിച്ച് വളരെ തീവ്രമായിട്ട് തന്നെ ഒരുപക്ഷെ കടന്നു പോകുന്നുണ്ടാകാം. ഒരുപക്ഷെ അമ്മയേക്കാൾ കൂടുതൽ തീവ്രമായിട്ട്, കൂടുതൽ ശക്തമായിട്ട്, കൂടുതൽ തവണ. മനസ്സിലായോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് മകൻ്റെ ചിന്തകളെക്കാൾ തീവ്രമായിട്ട്, ശക്തമായിട്ട് ആവർത്തിച്ച്, അതായത് കൂടുതൽ തവണ മനസ്സിലൂടെ ആവർത്തിച്ച് ഇതേ കാര്യത്തെ കടത്തിവിടാൻ അമ്മയ്ക്ക് സാധിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ വിജയം അമ്മയുടെ ഭാഗത്തായിരിക്കും. അതല്ല എങ്കിൽ മകൻ്റെ ഭാഗത്തായിരിക്കും വിജയം കാണുന്നത്. മനസ്സിലായോ? ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണത്തെ ഇതേ കാളവണ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ, ഒരു കാളവണ്ടി, അതിൻ്റെ മുൻഭാഗത്ത് ഒരേ ദിശയിൽ വലിക്കാൻ പാകത്തിനുള്ള 2 കാളകൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാളവണ്ടി വളരെ വേഗം, വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക തന്നെ ചെയ്യും. അതായത് 2 വ്യക്തികൾ ഒരേ കാര്യത്തിന് ഒരേ സമയം ഒരേ വിധത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തേതാണെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് അത്യധികമായിട്ടുള്ള താല്പര്യമുണ്ട്, മറ്റൊരു വ്യക്തിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ ബോധപൂർവം പരിശീലിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവിടെയും വാസ്തവത്തിൽ ആത്യന്തികമായിട്ടുള്ള ഫലം ഒരു കാളവണ്ടിയിൽ 2 കാളകളെയും ഒരേ ദിശയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് സമാനം തന്നെയാണ്. അവ ഒരേ ദിശയിലേക്ക് തന്നെ വണ്ടിയെ വലിക്കുന്നുമുണ്ട്. ഒരാൾ ബോധപൂർവം, ഒരാൾ താല്പര്യപൂർവ്വം. അതാണ് എൻ്റെ വ്യത്യാസം. പക്ഷേ രണ്ടും ഒരേ കാര്യത്തിന്. എന്നാൽ മൂന്നാമത്തത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കാളവണ്ടി 2 കാളകൾ മുന്നിലും പിന്നിലും വിപരീത ധ്രുവങ്ങളിൽ വിപരീത ദിശകളിലേക്കാണ് വലിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം, പലപ്പോഴും അമ്മമാരും സഹോദരിമാരും ഒക്കെ അന്വേഷിക്കാറുണ്ട്, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ മദ്യപാനം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നതിലൂടെ, അതായത് അമ്മ അല്ലെങ്കിൽ ഭാര്യ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നതിലൂടെ അത് നിർത്താൻ സാധിക്കുമോ, അദ്ദേഹത്തെ ഒരു നല്ല വ്യക്തിയാക്കി തീർക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. അതായത് തികഞ്ഞ മദ്യപാനിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാവിലെ ഉണരുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അതേ കാര്യം തന്നെയായിരിക്കും ആവർത്തിച്ച് കടന്നു പോകുന്നത്. ഇന്ന് എപ്പോൾ, എവിടെ, ആരോടെല്ലാം ഒപ്പം, ഏതെല്ലാം ബ്രാൻഡുകൾ, എത്രമാത്രം തുടങ്ങിയ വസ്തുതകൾ. സ്വാഭാവികമായിട്ടും ഈ ചിന്തകൾ ആവർത്തിച്ച് ശക്തമായിട്ട് കടന്നു പോകുമ്പോൾ അതിനാനുപാതികമായ വ്യക്തികളും സാഹചര്യങ്ങളുമെല്ലാം അവരിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഏത് വിധത്തിലായാലും, അത് പോസിറ്റീവായിട്ടായാലും ശരി, നെഗറ്റീവായിട്ടായാലും ശരി. അതുകൊണ്ട് തന്നെ തീവ്രമായ അത്തരം ചിന്തകളെ തരണം ചെയ്യുന്നതിനാനുപാതികമായിട്ട് അത്രമാത്രം ശക്തവും ദൃഢവും ആവർത്തിച്ചുള്ളതുമായ ചിന്തകൾ, ഉചിതവും ശക്തവുമായിട്ടുള്ള പരിശീലന രീതികളിലൂടെ ഈ അമ്മയോ ഭാര്യയോ കടന്നുപോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ കാര്യത്തിൽ, ഈ വ്യക്തിയിൽ വരുത്താൻ സാധിക്കൂ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആകർഷണ നിയമത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട്, വ്യക്തമായിട്ട്, ലളിതമായിട്ട്, ആധികാരികമായിട്ട് അറിയണം, പഠിക്കണം, പരിശീലിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ ഓൺലൈനിൽ തന്നെ, അതായത് വാട്സപ്പിലൂടെ തന്നെ പരിശീലിക്കാനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. കൂടുതൽ അറിയുന്നതിനും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഈ വിഷയം പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും കമൻറ്റ് രൂപത്തിൽ ഈ വീഡിയോയിൽ രേഖപ്പെടുത്താം. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വിഷയങ്ങൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ആ ബെല്ലൈക്കണും കൂടി ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തേക്കുക. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.